എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് എക്സസൈസ് നമ്പർ 1.3 എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. Let's take the first question. Make correct statements by filling in the symbols subset or not a subset in the blank spaces. First sub question. Set 2, 3, 4 and set 1, 2, 3, 4, 5. സോ ഇവിടെ നമ്മൾ ആ ഒരു ബ്ലാങ്ക് സ്പേസ് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സബ്സെറ്റ് ആണോ അല്ലെങ്കിൽ നോട്ട് എ സബ്സെറ്റ് ആ ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ട് ഫിൽ ചെയ്യണം. എന്തായിരുന്നു സബ്സെറ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് എയും ബിയും രണ്ട് സെറ്റ് ആണെങ്കിൽ എ സബ്സെറ്റ് ബി എന്ന് പറയണമെങ്കിൽ എയിലെ എല്ലാ എലമെന്റ്സും ബിയിലും ഉണ്ടായിരിക്കണം. അതായത് every element of A is also an element of B is called a subset. ഇവിടെ നമുക്ക് കാണാം എയിലെ അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു സെറ്റിലെ എലമെന്റ്സ് 2, 3, 4 ആണ്. ആ എലമെന്റ്സ് ബിയിലും ഉണ്ടോ? 2, 3, 4 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം? ഈ ഒരു ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണ്. Okay, let's take the second sub question. Set A, B, C and set B, C, D. First സെറ്റിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? എ അത് ഈ ഒരു സെറ്റിൽ കാണാനില്ല. ബി ഉണ്ട്, സി ഉണ്ട്. പക്ഷെ ഇവിടെയുള്ള എ സെക്കൻഡ് സെറ്റിലുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതൊരു സബ്സെറ്റ് ആണോ? അല്ല, ഇറ്റ് ഈസ് നോട്ട് എ സബ്സെറ്റ്. Next sub question. Set a for x such that x is a circle in the plane and the set of for x such that x is a circle in the same plane with radius 1 unit. First one എന്ന് പറയുന്നത് ഒരു പ്ലെയിനിലെ സർക്കിൾ ആണ്. x is a circle in the plane. Second one അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? x സെയിം പ്ലെയിനിലെ ഒരു സർക്കിൾ ആണ്, പക്ഷെ വിത്ത് റേഡിയസ് 1 യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്കൻഡ് വണ്ണിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കുമോ? അല്ല, കാരണം ഫസ്റ്റ് വണ്ണിൽ നമുക്ക് എങ്ങനെയും ഡ്രോ ചെയ്യാം സർക്കിൾസ്. ഇവിടെ പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, 1 യൂണിറ്റ് ആണ്, റേഡിയസ് 1 യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് സെക്കൻഡ് വൺ. ഓക്കെ, ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ. ദി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ട്രയാങ്കിൾ ഇൻ എ പ്ലെയിൻ ആൻഡ് സെറ്റ് ഓഫ് ഓൾ എക്സ് ഈസ് എ റെക്ടാങ്കിൾ ഇൻ ദ പ്ലെയിൻ. ഒന്ന് ട്രയാങ്കിൾ ആണ്, മറ്റൊന്ന് റെക്ടാങ്കിൾ ആണ്. സബ്സെറ്റ് ആണോ? അല്ല. ഫിഫ്ത്ത് സബ് ക്വസ്റ്റ്യൻ. The set of all x such that x is an equilateral triangle in the plane and B question, x is a triangle in the same plane. First one or equilateral triangle ആണ്. Second one triangle in the same plane. അതായത് ഒരു ട്രയാങ്കിളിന്റെ സബ്സെറ്റ് ആയിരിക്കും ഇക്വലേറ്റർ ട്രയാങ്കിൾ, അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ കാറ്റഗറിയിൽ ഇക്വലേറ്റർ ട്രയാങ്കിൾ വരുമോ? വരാം. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ദാറ്റ് ഈസ് എ സബ്സെറ്റ്. നെക്സ്റ്റ് വൺ. ദി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ ആൻഡ് എക്സ് ഈസ് ആൻ ഇൻഡിജർ. ഇതൊരു ഈവൻ നമ്പർ ആണ്. ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യ. സെക്കൻഡ് വൺ ഇൻഡിജർ ആണ്. നമുക്കറിയാം എല്ലാ നമ്പേഴ്സ്, എല്ലാ ഈവൻ നമ്പേഴ്സും ഏതിൽ ഇൻക്ലൂഡഡ് ആണ്? ഇൻഡിജേഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് എ സബ്സെറ്റ്. Then next one, the set of all x such that x is a student of class +1 of your school and the set of all x is a student of your school. First one +1 ക്ലാസ്സിലെ ഒരു സ്റ്റുഡന്റ് ആണ്. സെക്കൻഡ് വൺ ഒരു സ്റ്റുഡന്റ് ആണ്, അതായത് ആ സ്കൂളിലെ ഒരു സ്റ്റുഡന്റ് ആണ്. സബ്സെറ്റ് ആയിരിക്കോ ഇല്ലയോ? നിങ്ങൾക്ക് തന്നെ അറിയാം അതെന്തായിരിക്കും. ദാറ്റ് ഈസ് എ സബ്സെറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Examine whether the following statements are true or false. First sub question. Set A, B, not a subset of set B, C, A. True ആണോ false ആണോ? ഇവിടെ നോക്കിയേ,
സെറ്റിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? എയും ബിയും. ആ എയും ബിയും ഇവിടെയുണ്ടോ? ഈ ഒരു സെറ്റിലും നിങ്ങൾക്ക് കാണാം എയും ബിയും ഉണ്ട്. ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. സോ എയും ബിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണല്ലോ ഇത്. അപ്പൊ ഈ കണ്ടീഷൻ ശരിയാണോ? നോ. സോ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ്. Second sub question. The set of all AE is a subset of set of all X such that X is a vowel in the English alphabet. ഇവിടെ കറക്റ്റ് ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു കണ്ടീഷൻ ആണ്. എക്സ് ഇസ് എ വവൽ ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. ഏതൊക്കെയായിരുന്നു വവൽസ്? എ, ഇ, ഐ, ഒ, യു. അതായത് എ, ഇ എന്ന് പറയുന്ന എലമെന്റ്സ് ഈ ഒരു എലമെന്റ്സിലുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു സെറ്റിൽ ഇൻക്ലൂഡഡ് ആണോ? എ, ഇ, ഐ, ഒ, യു ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് സബ്സെറ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. തേർഡ് സബ് ക്വസ്റ്റ്യൻ. Set 1, 2, 3 is a subset of set 1, 3, 5. 1, 1, 2, 2 ഉണ്ടോ ഇവിടെ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? Is it a subset? No, it is not a subset. Okay, next question. Set A is a subset of set A, B, C. അതായത് സെറ്റ് എ ബി സിയുടെ ഒരു സബ്സെറ്റ് ആണ് സെറ്റ് എ എന്ന് പറയുന്നത്. എ ബി സിയുടെ സബ്സെറ്റ് ഏതൊക്കെയായിരുന്നു? സെറ്റ് എ, സെറ്റ് പി, സെറ്റ് സി, സെറ്റ് എ ബി, സെറ്റ് ബി സി, സെറ്റ് എ സി, then set ABC itself, then 5. അങ്ങനെയാണെങ്കിൽ അതിലൊരു എലമെന്റ് ഇല്ലേ? അല്ലെങ്കിൽ ഈ ഒരു സെറ്റ് എ എന്ന് പറയുന്നത് ഇത് ഇൻക്ലൂഡഡ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. നെക്സ്റ്റ് വൺ. Set A is an element of set ABC. നമുക്കറിയാം ഒരിക്കലും ഇങ്ങനെ ഒരു സെറ്റിന് നമുക്ക് എലമെന്റ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യില്ല. എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ സെറ്റ് വരുമോ? സെറ്റിനകത്തുള്ള മെമ്പേഴ്സിനെയാണ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ആണ്. ഇങ്ങനെയാണോ വരിക? അല്ല. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? അല്ല. ഇറ്റ് ഈസ് ഫാൾസ്. Then last one. The set of all x such that x is an even natural number less than 6 is a subset of set of all x such that x is a natural number which divides 36. First one, even natural numbers less than 6. 6ൽ കുറവായിട്ടുള്ള ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 4, 6. സോറി 2, 4. ലെസ് ദാൻ 6 ആണ്. അപ്പോൾ 6 ഇൻക്ലൂഡഡ് അല്ല. 2 and 4 വരും. ഇവിടെ പറയുന്നത് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ്സ് 36. അതായത് 36നെ നിശേഷം ഹരിക്കാൻ പറ്റുന്ന നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ 36ന്റെ ഫാക്ടേഴ്സ്, ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1, 2, 3, 4, 6, 9, then 12, 36. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നമ്പേഴ്സ് അല്ലെങ്കിൽ 2, 4 എന്ന് പറയുന്നത് ഇതിൽ ഇൻക്ലൂഡഡ് ആണോ? ഇതിന്റെ ഒരു സബ്സെറ്റ് ആണോ ഈ ഒരു ഫസ്റ്റ് സെറ്റ്? ആണ്. അങ്ങനെയാണെങ്കിൽ the statement is true. Okay, next question. Let A equal to set 1, 2, set 3, 4, 5. Which of the following statements are incorrect and why? കുറെ ക്വസ്റ്റ്യൻസ് സബ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എഴുതണം. അതിന്റെ റീസൺ കൂടി അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് പറയണം. എന്തുകൊണ്ടാണ് അത് ഇൻകറക്റ്റ് ആയത്? ഓക്കെ, ഫസ്റ്റ് വൺ. ലെറ്റ്സ് ടേക്ക് ദി ഫസ്റ്റ് വൺ. സെറ്റ് 3, 4 ഈസ് എ സബ്സെറ്റ് എ. സെറ്റ് 3, 4 ഈസ് എ സബ്സെറ്റ് എ എന്ന് പറയുന്നത് കറക്റ്റ് ആണോ അല്ലയോ? ഇവിടെ എ എന്ന സെറ്റ് കണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? എലമെന്റ്സ് 1 ഉണ്ട്. സെറ്റില്ല. എലമെന്റ്സ് ചോദിച്ചാൽ 1, 2, പിന്നെ ഉള്ളത് എന്താണ്? സെറ്റ് 3, 4. അതൊരു എലമെന്റ് ആണ്. സോ അത് അതേപോലെ തന്നെ എഴുതാം. സെറ്റ് 3, 4, then 5. ഇതൊക്കെയാണ് എലമെന്റ്സ്. ഇവിടെ ചോദിക്കുന്നത് 3, 4. സെറ്റ് 3, 4 ഈസ് എ സബ്സെറ്റ് എ എന്നാണ്. സെറ്റ് 3, 4 ഒരു സബ്സെറ്റ് ആണോ? സെറ്റ് 3, 4 എന്ന് പറയുന്നത് ഇവിടെ ഒരു എലമെന്റ് ആണ്. സബ്സെറ്റ് പറയണമെങ്കിൽ അതെന്തിലായിരിക്കണം? ഒരു സെറ്റിനകത്തായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ?
അല്ല, that is incorrect. Because set 3, 4 is an element of A. അല്ലെങ്കിൽ എന്ത് പറയണം? സബ്സെറ്റ് പറയണമെങ്കിൽ ഇവിടെ ഒരു കേളി ബ്രാക്കറ്റ് കൂടി വരണം. സെറ്റ് 3, 4, അതായത് സെറ്റിനകത്ത് ഇതിലെ എലമെന്റ് എഴുതി. ഇതാണ് ഒരു എലമെന്റ്. സെറ്റ് 3, 4 ഈസ് എ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആവും. ഇതിപ്പോഴെന്താണ്? ഇത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ബി ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ. സെറ്റ് 3, 4 ഈസ് എൻ എലമെന്റ് എ. അത് കറക്റ്റ് ആണ്. നമ്മൾ ഇവിടെ തന്നെ കണ്ടു. സെറ്റ് 3, 4 ഈസ് എൻ എലമെന്റ്. ഇറ്റ് ഈസ് എൻ എലമെന്റ്. സോ ദാറ്റ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ദെൻ തേർഡ് വൺ. സെറ്റ് 3, 4 ഈസ് എ സബ്സെറ്റ് എ. കറക്റ്റ്. ഇവിടെ നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. സബ്സെറ്റ് പറയണമെങ്കിൽ അതെന്തായിരിക്കണം? ഒരു സെറ്റിനകത്ത് ഒരു എലമെന്റ് വരണം. ഇവിടെ സെറ്റിനകത്ത് ഈ 3, 4, സെറ്റ് 3, 4 ഈസ് എൻ എലമെന്റ് ഇൻ ദിസ് സെറ്റ്. സോ set 3, 4 is a subset A. That is a correct statement. Fourth sub question. One element A. One A your element ആണോ? ആണ്. So it is correct. Next one. One subset A. One subset A എന്ന് പറയോ? ഇല്ല. സബ്സെറ്റ് പറയണമെങ്കിൽ ഈ ഒരു എലമെന്റ് ഏതിനകത്ത് വരണം? ഒരു സെറ്റിനകത്ത് വരണം. So that is an incorrect statement. We can't write one subset A. എങ്ങനെ എഴുതാം നമുക്ക്? Set 1 is a subset A എന്ന് പറയാം. Okay, next one. 1, 2, 5 is a set 1, 2, 5 is a subset of A. Set 1, 2, 5 is a subset of A. Correct ആണോ? Wrong ആണോ? That is a correct statement. Next one. Set 1, 2, 5 belongs to A. ഇങ്ങനെ പറയാൻ പറ്റുമോ? നമുക്ക് belongs to ഇങ്ങനെ പറയോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് സ്റ്റേറ്റ്മെന്റ് ആണ്? ഇറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ഒന്നുകിൽ നമ്മൾ എന്ത് പറയണം? സെറ്റ് 1, 2, 5 ഈസ് എ സബ്സെറ്റ് എ എന്ന് പറയണം. അല്ല എങ്കിൽ 1 ഈസ് എൻ എലമെന്റ് ഓഫ് എ, 2 ഈസ് എൻ എലമെന്റ് ഓഫ് എ, 5 ഈസ് എൻ എലമെന്റ് ഓഫ് എ എന്ന് പറയണം. ഇങ്ങനെ ഒരുമിച്ച് എന്തായാലും എലമെന്റ് പറയുമ്പോൾ ഇങ്ങനെ സെറ്റ് വരില്ല. അതിനകത്തൊരു സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഫോമിൽ വരുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ. സെറ്റ് 1, 2, 3 ഈസ് എ സബ്സെറ്റ് എ. ഓക്കെ, എയുടെ സബ്സെറ്റ് ആണോ? സെറ്റ് 1, 2, 1 ഉം 2 ഉണ്ട്. 3 എന്ന് വെച്ചാൽ അങ്ങനെ വരുമോ? ഇല്ല. 3, 4 എന്ന് പറയുന്നത് ഒരു എലമെന്റ് ആണ്. ഒരു എലമെന്റ് ആണ് 3, 4. So it is a wrong statement. Next one. 5 belongs to A. 5 belongs to A എന്ന് പറയുന്നത് സബ്സെറ്റ് ആണോ അല്ലയോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 5 belongs to A. ഇവിടെ 5 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടോ? ഇല്ല. പക്ഷെ 5 എന്താണ്? എയുടെ എന്താണ്? 5 is a subset of A. 5 എന്ന് പറയുന്നത് അതായത് ഏതൊരു സെറ്റിന്റെയും സബ്സെറ്റ് അതേ സെറ്റും 5ഉം വരും. അത് മറന്നു പോകരുത്. ഓക്കെ, 10th സബ് ക്വസ്റ്റ്യൻ. 5 ഈസ് എ സബ്സെറ്റ് എ. മുന്നേ നമ്മൾ പറഞ്ഞു. ദാറ്റ്സ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ലാസ്റ്റ് വൺ. സെറ്റ് 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എ. സെറ്റ് 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് കറക്റ്റ് ആണോ റോങ് ആണോ? സബ്സെറ്റ് പറയണമെങ്കിൽ ഓക്കെ, അത് സെറ്റിനകത്ത് ഉണ്ടായിരിക്കണം. പക്ഷെ 5 നമ്മൾ സെറ്റിനകത്ത് പറയോ? ഇല്ല. ഒന്നുകിൽ വെറും കേളി ബ്രാക്കറ്റ് ആയിരിക്കണം, അല്ലെ 5 മാത്രമായിരിക്കണം. സെറ്റ് 5 എന്ന് പറയൂലല്ലോ. ഇല്ല. സോ ദാറ്റ് ഈസ് എൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് 2 or 3 ടൈംസ് വായിക്കുക. അതിനു മുന്നേ സ്റ്റേറ്റ്മെന്റ് ബൈ ഹാർട്ട് പഠിക്കാതെ ആ ഒരു കാര്യം മനസ്സിലാക്കുക. എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഒരു സബ്സെറ്റ്? അല്ലെങ്കിൽ എന്താണ് ആ ഒരു സെറ്റ് ബിലോങ്സ് ടു? അല്ലെങ്കിൽ എലമെന്റ്സ് എന്താണ്? ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ നോക്കുക. അല്ലാതെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ബൈ ഹാർട്ട് പഠിച്ചതിനെ കൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ലെറ്റ്സ് ടേക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Write down all the subsets of the following sets. First one, set A. Set A യുടെ സബ്സെറ്റ് എഴുതണം. സെറ്റ് എയുടെ സബ്സെറ്റ് ഏതൊക്കെയായിരുന്നു? ഏതൊരു സെറ്റിന്റെയും സബ്സെറ്റ് എന്ന് പറയുന്നത് അതേ സെറ്റും ആൻഡ് 5 ആയിരിക്കും. Every set is a subset.
and null set is a subset of every set. So set A യും phi യും same set to phi യും. Next one, set AB. What are the subset of the following set? What are the subset of this set? Set A, set B, then set AB itself, then phi. Next one, set 1, 2, 3. So, എങ്ങനെയൊക്കെ നമുക്ക് സബ്സെറ്റ് എഴുതാം? 1, 2, sorry, set 1, set 2, set 3, then set 1, 2, then 1, 3, set 1, 3, set 2, 3. തിരിച്ചെഴുതരുത്, കാരണം തിരിച്ചെഴുതിയാൽ എന്താണ്? സെറ്റ് 3, 1 എന്ന് പറഞ്ഞാലും 1, 3 എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് ആണ്. അപ്പൊ അതെന്താണ്? തിരിച്ചെഴുതാൻ പാടില്ല. സോ then set 1, 2, 3 and 5. Last one, 5. 5യുടെ സെറ്റ് ഏതൊക്കെയായിരിക്കും? സബ്സെറ്റ് ഏതൊക്കെയായിരിക്കും? 5 മാത്രം. കാരണം 5 ഒരേ ഒരു സബ്സെറ്റില്, ദാറ്റ് ഇസ് 5. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ. How many elements has P of A if A equal to 5? എ എന്ന് പറയുന്ന സെറ്റിൽ എന്താണ്? എ ഈക്വൽ ടു 5 ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എ എന്ന് പറഞ്ഞ സെറ്റിൽ there is no element. So if A equal to 5, what is n of A or P of A? That is P of A equal to, P of A എന്ന് വെച്ചാൽ എന്തായിരുന്നു? പവർ സെറ്റ് ഓഫ് എ, പവർ സെറ്റ്. സോ 5യുടെ സെറ്റ്. അവിടെ എത്ര എലമെന്റ്സ് ഉണ്ട്? There is 1 element. So n of P of A equal to 1. അതായത് എ എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയെങ്കിൽ P of A എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ സെറ്റ്, 5യുടെ സെറ്റ്, അതായത് സെറ്റ് 5. അങ്ങനെയാണെങ്കിൽ ഇവിടെ സെറ്റ് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മീൻ ചെയ്യുന്ന ഈ സെറ്റിനകത്ത് ആരുണ്ട്? ഒരു എലമെന്റ് ഉണ്ട്. അതാണ് ചോദിച്ചത്. ഹൗ മെനി എലമെന്റ്സ് ആർ ദർ? There is only 1 element. Okay, next sub question. Write the following as intervals. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ഇന്റർവെൽസ് എന്താണെന്ന്? നമ്മൾ എന്താണ് മെയിൻ ആയിട്ട് നമ്മൾ 4 ഇന്റർവെൽസ് ആണ് പഠിച്ചത്. ഓപ്പൺ ഇന്റർവെൽ, ക്ലോസ്ഡ് ഇന്റർവെൽ, ഓപ്പൺ ക്ലോസ്ഡ് ആൻഡ് ക്ലോസ്ഡ് ഓപ്പൺ. ഓക്കെ, ഇവിടെ കുറെ ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റർവെൽ ഫോമിൽ എഴുതണം. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, the set of all x such that x in R and -4 less than x less than or equal to 6. X in R. R represents real numbers. അപ്പോൾ എന്തായിരുന്നു real numbers? It is a combination of rational and irrational numbers. എല്ലാത്തിന്റെയും മേലെ നിൽക്കുന്നത്, എല്ലാ നമ്പേഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്നത്, അതാണിപ്പോൾ റിയൽ നമ്പേഴ്സ്. സോ ഇവിടെ കണ്ടീഷൻ എന്താണ്? -4 less than x less than or equal to 6. -4 ഇൻക്ലൂഡഡ് ആണോ? അല്ല, കാരണം ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ലാത്തത്. -4 ഇൻക്ലൂഡഡ് അല്ല. അതേസമയം 6 ഇൻക്ലൂഡഡ് ആണ്. -4 ഇൻക്ലൂഡഡ് അല്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഓപ്പൺ ബ്രാക്കറ്റ്. 6 ഇൻക്ലൂഡഡ് ആണ്, ബിക്കോസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പൊ 6ഉം കൂടി ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് വരും? ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ഇൻക്ലൂഡഡ് അല്ല എങ്കിൽ ഓപ്പൺ ബ്രാക്കറ്റും, ഇൻക്ലൂഡഡ് ആണെങ്കിൽ ക്ലോസ്ഡ് ബ്രാക്കറ്റും. ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ക്ലോസ്ഡ് ബ്രാക്കറ്റ്, ഉൾപ്പെടുന്നില്ല എങ്കിൽ ഓപ്പൺ ബ്രാക്കറ്റ്. ഓക്കെ, ലെറ്റ്സ് ടേക്ക് നെക്സ്റ്റ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ. The set of all x such that x in R and -12 less than x less than 10. അതായത് -12നും -10നും ഇടയിൽ. -12ഉം -10ഉം ഇൻക്ലൂഡഡ് അല്ല, എക്സ്ക്ലൂഡഡ് ആണ്. അത് രണ്ടും ഉൾപ്പെടില്ല. രണ്ടും ഉൾപ്പെടില്ലെങ്കിൽ ഈ വാല്യൂസ് ഏത് ബ്രാക്കറ്റിനകത്ത് വരും? ഓപ്പൺ ബ്രാക്കറ്റിനകത്ത്. ഓക്കെ, നെക്സ്റ്റ് വൺ. The set of all x such that x in R and 0 less than or equal to x less than 7. അതായത് എക്സ് എന്ന് പറയുന്നത് 0യ്ക്കും ലെസ് ദാൻ 7നും ഇടയിലുള്ള നമ്പേഴ്സ് ആണ്. 0 ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾക്ക് എന്തിടാം? ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ക്ലോസ്ഡ് 0, 7
ഇൻക്ലൂഡഡ് ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാ? 7 ഓപ്പൺ ബ്രാക്കറ്റ്. അതായത് 0യും 7ഉം ആണ്. അതാദ്യം എഴുതി 0 7. 0 ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ക്ലോസ്ഡ് ബ്രാക്കറ്റ്. 7 എക്സ്ക്ലൂഡഡ് ആയതുകൊണ്ട് അല്ലെങ്കിൽ നോട്ട് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ഓപ്പൺ ബ്രാക്കറ്റ്. നെക്സ്റ്റ് വൺ, the set of all x such that x in R and 3 less than or equal to x less than or equal to 4. അതായത് x എന്ന് പറയുന്നത് 3ക്കും 4നും ഇടയിലുള്ളതും 3യും 4ഉം ഉൾപ്പെടുന്നതാണ്. അതായത് 3യും 4ഉം ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമ്മൾ 3യും 4ഉം എഴുതി. ഇനി രണ്ടും ഇൻക്ലൂഡഡ് ആണ്, രണ്ടും ഉൾപ്പെടും. അങ്ങനെയാണെങ്കിൽ ഏത് ബ്രാക്കറ്റ് ആയിരുന്നു? യെസ്, ദാറ്റ് ഈസ് ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ഓക്കെ, ക്ലിയർ ആയി കാണുന്നു വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Write the following intervals in set builder form. First sub question, minus open bracket minus 3 0. അതായത് തന്നിരിക്കുന്നത് ഓപ്പൺ ബ്രാക്കറ്റ് -30 ആണ്. അതിന് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, എങ്ങനെ പറയാം നമുക്ക്? The set of all x such that x in R and ഇത് രണ്ടും ഇൻക്ലൂഡ് ചെയ്യില്ല. സോ -3 ലെസ് ദാൻ x ലെസ് ദാൻ 0. കാരണം ഓപ്പൺ ബ്രാക്കറ്റ് ആണെങ്കിൽ ലെസ് ദാൻ വരും. ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരും. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്ലോസ്ഡ് ബ്രാക്കറ്റ് 6 12. സോ set of all x such that x in R closed ആണ്. So 6 less than or equal to x less than or equal to 12. അതായത് x എന്ന് പറയുന്നത് 6നും 12നും ഇടയിലുള്ളതും പിന്നെ എന്തുകൂടി ഇൻക്ലൂഡഡ് ആണ്? 6ഉം 12ഉം ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് വൺ, ഓപ്പൺ 6 ക്ലോസ്ഡ് 12. Set of all x such that x in R 6 നോട്ട് ഇൻക്ലൂഡഡ് ആണ്. സോ 6 ലെസ് ദാൻ എക്സ്. 12 എന്താണ്? ഇൻക്ലൂഡഡ് ആണ്. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. അതൊന്ന് മനസ്സിലാക്കുക. ഓപ്പൺ ബ്രാക്കറ്റ് ആണെങ്കിൽ എന്ത് വരും? ലെസ് ദാൻ വരും. ക്ലോസ്ഡ് ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൂടി വരും. അതുപോലെ ആ കാര്യം കൂടി മനസ്സിലാക്കുക. ഓപ്പൺ ബ്രാക്കറ്റ് ആണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യില്ല, ആ ഒരു നമ്പർ അതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. എന്താണ്? ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണെങ്കിൽ ആ ഒരു നമ്പർ കൂടി അതിൽ ഉൾപ്പെടും. ലാസ്റ്റ് വൺ, ക്ലോസ്ഡ് -23 ഓപ്പൺ 5. ഓക്കെ, എങ്ങനെ പറയാം? The set of all x such that x in R -23 less than or equal to x less than 5. Okay, the last question. What universal set would you propose for each of the following? The set of right triangles. ഈ സെറ്റ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾസിന് ഏത് യൂണിവേഴ്സൽ സെറ്റ് ആണ് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നത്? അതിനു മുന്നേ എന്തായിരുന്നു യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് ദ സൂപ്പർ സെറ്റ് ഓഫ് ഓൾ സെറ്റ്സ് അണ്ടർ കൺസിഡറേഷൻ. ഇറ്റ് ഈസ് ദ സൂപ്പർ സെറ്റ്, യൂണിവേഴ്സൽ. ഇറ്റ് ഈസ് എ സൂപ്പർ സെറ്റ്. സോ സെറ്റ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ ഏത് യൂണിവേഴ്സൽ സെറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം? സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ്. നെക്സ്റ്റ് വൺ, the set of isosceles triangles. Set of isosceles triangles-നെ നമുക്ക് ഏത് യൂണിവേഴ്സൽ സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം? സെറ്റ് ഓഫ് ട്രയാങ്കിൾസ്. Okay, next one. Given the sets A equal to 1 3 5, B equal to 2 4 6 and C equal to 0 2 4 6 8. Which of the following may be considered as universal sets for all the three sets A, B and C? നമുക്കിവിടെ 3 സെറ്റ് തന്നിട്ടുണ്ട്. A എന്ന് വെച്ചാൽ 1 3 5 ആണ്, B എന്ന് വെച്ചാൽ 2 4 6, C എന്ന് വെച്ചാൽ 0 2 4 6 8. ഈ 3 സെറ്റിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന, അതായത് യൂണിവേഴ്സൽ സെറ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു പറഞ്ഞത്? സൂപ്പർ സെറ്റ് ഓഫ് ഓൾ സെറ്റ്, എല്ലാ സെറ്റിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതിൽ 4 എണ്ണത്തിലും ഏത് സെറ്റാണ് ഈ എല്ലാ എലമെന്റ്സിനെയും,
അല്ലെങ്കിൽ എല്ലാത്തിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ്? നോക്കിയേ, ഫസ്റ്റ് വൺ 0 1 2 3 4 5 6. അതിൽ 8 ഒക്കെ വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഫസ്റ്റ് പറ്റില്ല. സെക്കൻഡ് വൺ തീരെ പറ്റില്ല. തേർഡ് വൺ നോക്കിയേ, 0 1 2 3 4 5 6 7 8 9 10. അത്യാവശ്യം ഇതിലുള്ള എല്ലാ നമ്പേഴ്സും ഉണ്ട്. ഫോർത്ത് വൺ കൂടി നോക്കാം. ഫോർത്ത് വൺ 1 2 3 4 5 6 7 8. അപ്പൊ 0 ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ ഇതിന്റെ യൂണിവേഴ്സൽ സെറ്റ് ഏതായിരിക്കും? തേർഡ് വൺ ഈസ് ദ യൂണിവേഴ്സൽ സെറ്റ്. ഇത്രയാണ് എക്സസൈസ് 1.3-യിലുള്ളത്. കാര്യം മനസ്സിലാക്കിയിട്ട് പഠിക്കുക, ബൈഹാർട്ട് ചെയ്യരുത്. കാര്യം മനസ്സിലാക്കിയിട്ട് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഇതിൽ അഥവാ റോങ് ആൻസേഴ്സ് നിങ്ങൾ ചെയ്തത് റോങ് ആണെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ നോക്കുക. മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ചെയ്യുക, ബൈഹാർട്ട് ചെയ്യരുത്. ഓക്കെ, താങ്ക് യു.